ഇന്നത്തെ വർക്കിൽ ഇന്ന് വർക്ക് അത്ര അധികം വർക്കില്ല, ഇന്ന് വർക്ക് ഇച്ചിരി കുറവാണ്. ഇന്നത്തെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. I got a brand new one today. Wow. വാൻ കുറച്ച് നേരത്തേക്ക് സ്റ്റാർട്ടിങ്ങിലിടാം, ഒന്ന് ചൂടാവാനായിട്ട്. മാത്രമല്ല ഗ്ലാസ്സൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യുകയും ചെയ്യണം, സ്നോ ഒന്ന് വൈപ്പ് ചെയ്യണം. പറ്റാവുന്നിടത്തോളം ക്ലീൻ ആക്കി, പക്ഷെ എന്നിട്ടും നല്ല കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത്ര വൃത്തിയായിട്ട് ആകുന്നില്ല. ഇപ്പോൾ നമ്മുടെ വോക്കിലേക്കുള്ള യാത്ര തുടങ്ങി. വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എനിക്ക് ഫ്ലാറ്റാണ്. ഫസ്റ്റ് ഫ്ലാറ്റിലേക്ക് പോകണം. ഫ്ലാറ്റ് ഒരു 23 നിലയുണ്ടെന്ന് തോന്നുന്നു. 23 ഫ്ലാറ്റാണ്. പക്ഷേ അധികം പാർസലൊന്നുമില്ല, ഒരു 1-2 പാക്കറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ വ്യത്യാസം അപ്പം ഈ ഗ്ലാസ്സൊക്കെ പകുതിയെ ക്ലീനാക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും സമയമെടുക്കും. ഏകദേശം 10 മിനിറ്റ് എടുത്ത് എത്രയും ക്ലീൻ ആക്കിയത്. കാരണം എൻ്റെ കയ്യിലിരുന്ന് വടിക്കുന്ന ആ സാധനത്തിന് അത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിലെത്തിയതാണ്, ഫസ്റ്റ് ഫ്ലാറ്റ്. അപ്പോൾ ഞാനിതിനകത്ത് വീഡിയോ എടുക്കുന്നില്ല. അങ്ങനെ ഫ്ലാറ്റ് മൊത്തം കഴിഞ്ഞു. ലാസ്റ്റ് 1 ലക്ഷം കൂടെ ഉള്ളൂ. വീട്ടിലാണ് ദ മ്യൂസ്. ഞാൻ എപ്പോഴും ചെയ്യാറ് ആക്സിലേറ്റർ കൊടുക്കാറേ ഇല്ല. അതായത് ഇങ്ങനത്തെ വെതർ ആയതുകൊണ്ടും റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ടും എനിക്ക് തന്നെ തോന്നിയൊരു ടിപ്പാണ്. ഞാനിതാണ് യൂസ് ചെയ്യാറ്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കാറില്ല. ഇറക്കമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിലിട്ട് ക്രോൾ ചെയ്ത് ഇറങ്ങിപ്പോവും. പെട്ടെന്ന് നിർത്തിയിട്ട് വണ്ടി എടുക്കാനാണെങ്കിലും ഇത് തന്നെ ആക്സിലേറ്റർ കൊടുക്കാറില്ല. ക്ലച്ച് അയച്ചു കൊടുക്കുകയുള്ളൂ. വണ്ടി ക്രോൾ ചെയ്ത് കയറുന്നത് കൊണ്ട് വണ്ടി അധികം സ്കിഡാവാനുള്ള തെന്നിപ്പോകാനുള്ള സാധ്യത കുറയും. എന്നാലും ചെറുതായിട്ടൊക്കെ തെന്നും, എന്നാലും അത്ര മോശമാവില്ല. ഒത്തിരി വാടി പോകാനുള്ള സാധ്യത കുറവായിരിക്കും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. ഇതിപ്പം ഈ വാൻ ആയതുകൊണ്ടാണ്. ഇപ്പം ചെറിയ കാറുകളൊക്കെ, ഉദാഹരണത്തിന് എൻ്റെ കാറായിട്ട് ഈ വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കാരണം അത്യാവശ്യം ഒരു ചെറിയൊരു ഇറക്കമുള്ളൊരു വഴിയാണിത്. അപ്പം കയറ്റം കയറാൻ പ്രത്യേകിച്ച് ഇറക്കം മറ്റു വണ്ടികളൊന്നും വഴിയിലില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇറങ്ങി അങ്ങ് പോകാം. ഫസ്റ്റ് ഗിയറിലിട്ട് ക്രോൾ ചെയ്ത് ഇറങ്ങിപ്പോകാം. പക്ഷേ കയറാൻ നേരത്ത് വീല് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. സ്കൂളിലേക്കുള്ള ഡെലിവറിയാണ്. സ്കൂളിലേക്കുള്ള ലെറ്റേഴ്സും 2 പാർസൽസും ഉണ്ട്.
സ്കൂള് ഒരു ഗേൾസ് സ്കൂളാണ്. പലരും പറയാറുണ്ട് ഈ ജോബ് ഭയങ്കര എളുപ്പമാണെന്ന്. പക്ഷെ എനിക്ക് അത്ര അത് ചെയ്യുന്നവർക്കല്ലേ അറിയുള്ളൂ. ചെയ്യാത്തവർക്ക് ഈ ജോബിനെ കുറിച്ച് അത്ര ഐഡിയ ഇല്ല. ഇപ്പോൾ അവർ പറയുന്നത് അങ്ങനെയായിരിക്കും. അപ്പം എല്ലാ വെതറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ജോബ് നല്ലതാണ്. ഞാൻ ഈ വെതർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിരലുകൾക്ക്, കൈകളുടെ വിരലുകൾക്കും കാലിൻ്റെ വിരലുകൾക്കും ഭയങ്കര വേദനയുണ്ട്. അതല്ലാത്ത ഇത് മുഖത്തിന്, ചെവി, മൂക്ക്, കണ്ണ് അങ്ങനെയൊക്കെ. അതായത് കൈ തണുത്ത് മരിച്ചിട്ട് മൂക്ക് പോലും നമുക്ക് മൂക്ക് പിടിക്കാൻ പറ്റില്ല. എനിക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒത്തിരി തണുപ്പായി കഴിയുമ്പോഴത്തേക്ക് മൂക്കൊലിച്ചിട്ട് മൂക്കെ പിടിച്ചായിട്ട് തോന്നത്തുമില്ല. അങ്ങനെ ഒരു അവസ്ഥയില്ലേ. അതാണ്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളു. പെട്ടെന്ന് പനി വരുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ പാടായിരിക്കും ഒരു പക്ഷേ ജോലി. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇതിലും കുറവ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്ന സമയത്ത് നല്ലപോലെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം എന്നാന്നറിയില്ല, അത്ര ചില വീട്ടിലോട്ടൊന്നും വീട്ടിലൊന്നും ആരും പുറത്തിറങ്ങിയിട്ടില്ലെന്ന് ആ വീടിൻ്റെ ഡ്രൈവേയും മുറ്റം കാണുമ്പോൾ അറിയാം. അതായത് ആരും നടന്ന കാൽപ്പാടൊന്നും കാണുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വീട്ടിലോട്ടാണെങ്കിലും കണ്ടില്ല, ആരും നടന്നിട്ടോ ആരും പുറത്ത് പോലും ഇറങ്ങിയിട്ടില്ല. ഞാനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങോട്ട് തന്നെ ഇന്ന്. ആളുകളിൽ ചിലർക്കൊക്കെ സിമ്പതി തോന്നുന്ന രീതിയിലൊക്കെ ചിലർ സംസാരിക്കുന്നത്, ഇങ്ങനെ നടക്കാൻ പാടല്ലേ ഈ വെതറിൽ ഇങ്ങനെ നടക്കും. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കത്ര ഇതായിട്ട് അത്ര വലിയ കോൾഡും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളൊന്നുമില്ല. എല്ലായിടത്തും ഇതേ കാഴ്ചകളൊക്കെ തന്നെ. പറയാനും പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഇനി എൻ്റെ ജോബ് തീർന്നതിന് ശേഷം കാണാം. അപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ടും ഇനി എൻ്റെ വാക്ക് തീർത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ സ്റ്റെപ്പ് കയറാൻ ഞാൻ സൂക്ഷിക്കണമെന്നാണ് എൻ്റെ മാനേജർ പറഞ്ഞത്. കാരണം ഇത് മെറ്റലാണല്ലോ, മെറ്റൽ സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് തെന്നി പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ സ്റ്റെപ്പ് വീണ് കഴിഞ്ഞാൽ നല്ല ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം മാനേജറും പറഞ്ഞു, യൂണിയൻ ബസ്സും പറഞ്ഞു. ആളുകൾ വെള്ളം ഒഴിക്കുന്നത് ഇവിടെ ഇല്ല. പക്ഷേ മറ്റൊരിടത്ത് ചില ഏരിയയിലൊക്കെ ആളുകളുടെ വീടിൻ്റെ മുറ്റത്തെ മഞ്ഞും ഉരുകി പോകാൻ വേണ്ടി അവർ ചൂടുവെള്ളം കൊണ്ടൊന്ന് ഒഴിക്കാറുണ്ട്. ആ വെള്ളം പെട്ടെന്ന് ഉരുകി ഒലിച്ച് ഈ നടുക്കോട്ട് റോഡിൻ്റെ സെൻട്രൽ ഭാഗത്തോട്ട് വന്ന് മറ്റുള്ള വണ്ടികൾ സ്ലിപ്പാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് അറിയാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടുപേരും വഴിയിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധിച്ചപ്പോഴാണ് ഇതാണ് കാര്യമെന്ന് മനസ്സിലായത്.
ഒരു കടക്കാരൻ അവൻ്റെ മുറ്റത്തുള്ള സ്നോയെല്ലാം ചൂടുവെള്ളം ഒഴിച്ച് കളയുന്ന കാഴ്ചയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഒരു ഡ്രൈവർ അതിലെ പോയത്. ഡ്രൈവർ അത് കണ്ട് അയാളെ തിരിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവർ തമ്മിൽ വാക്കേറ്റത്തിലാവുന്ന കാഴ്ചയായിരുന്നു അന്ന് കണ്ടത്. വലതുസൈഡിൽ കാണുന്ന ഒരു പാർക്കാണ്. പാർക്കെല്ലാം വെള്ളം പുറച്ച് കിടക്കുകയാണ്. ഞാൻ എൻ്റെ വാനിലേക്ക് തിരിച്ച് നടക്കുകയാണ്. ഒരു ലൂപ്പ് കഴിഞ്ഞു, 2 ലൂപ്പ് കഴിഞ്ഞു. ഇപ്പം ഇതൊരു ഡെഡ് പാർക്കാണ്. തിരിച്ച് അതായത് ഒരു സൈഡിൽ മാത്രമേ വീടുള്ളൂ, ഈ സൈഡിൽ മാത്രമേ വീടുള്ളൂ. ഇപ്പുറം വലത് സൈഡിൽ കാണുന്നത് വെറും പാർക്ക്. അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ ചുമ്മാ വെറുതെ അങ്ങോട്ട് നടക്കണം. അതിന് 2 പേരുണ്ടെങ്കിൽ ഒരു പാർട്ണറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം തീരുന്ന സമയത്ത് പാർട്ണറിന് വന്ന് പിക്ക് ചെയ്യാം. പക്ഷേ പാർട്ണറില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. സമയം വേസ്റ്റ് ആകുന്നില്ല. ഇതെല്ലാം കൂട്ടിയാണ് 5.5 hours 6 ലൂപ്സിനുള്ളത്. വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. വീഡിയോ എടുക്കുന്ന സമയത്ത് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, ചുമ്മാ പറയാം. കാരണം വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രം ആളുകൾക്ക് പറ്റില്ല, എന്തെങ്കിലും കേട്ടുകൊണ്ടും കൂടി ഇരിക്കണ്ടേ. പക്ഷേ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മറന്നു പോകും. വീഡിയോ കുറച്ച് ബോറായിരിക്കും. അപ്പം വീഡിയോ ഇത്ര നാളും വീഡിയോ കണ്ടവരോടൊക്കെ നന്ദി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്തവരോട് നന്ദി പറയുന്നു. അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല, 26 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എന്നാലും സബ്സ്ക്രൈബ് ചെയ്തവരോടൊക്കെ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മല്ലു പോസ്റ്റ്മാൻ UK. അങ്ങനെ ലാസ്റ്റ് ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. നോ മോർ ബാഗ്സ് ലെഫ്റ്റ്. ഇനി കുറച്ച് പാഴ്സലേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കുള്ളതൊന്നും കാണിച്ചില്ല, കാരണം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു. അങ്ങനെ മൊത്തം ബാഗ്സും പാഴ്സൽസും തീർന്നു. ഇപ്പോൾ ഇരിക്കുന്നത് കളക്ഷൻസാണ്. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇതായിരുന്നു എൻ്റെ ഫിറ്റിംഗ്. അപ്പം എൻ്റെ ലെറ്റേഴ്സ് ഓൾ ക്ലിയറായി. ഒരുപാട് മറ്റേ കൊളീഗ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലെറ്റേഴ്സൊന്നും എടുത്തിട്ടില്ല. അവരുടെയൊക്കെ പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത്. പലരും കാരണം വെതർ അതുപോലെ മോശം വെതർ ആയതുകൊണ്ടായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. അത് ജോലി കഴിഞ്ഞു. 1.5 മണിക്കൂർ ഓവർ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാഗ്സാണ്. ഞാൻ ബാഗ്സ് ഓഫീസിൽ വെക്കാറില്ല. ഞാൻ ബാഗ്സ് എൻ്റെ കൂടെ കാറിനകത്തിടും, വീട്ടിലോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ ബാഗ് കിട്ടില്ല. ഇപ്പം കുറച്ച് ലേറ്റായി. ഇപ്പം സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിയാ. അപ്പം അടിയിലുള്ള ഈ മുകളിൽ കിടക്കുന്നതെല്ലാം തോന്നുന്നു. അടിയിലുള്ള വെള്ളം ഭൂമിയുടെ ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു. അടിയിലുള്ള അതുകൊണ്ടാണ് സ്ലിപ്പാകുന്നത്. അതായിരിക്കാം ഒരു പക്ഷേ എന്നായുള്ള റീസൺ. എൻ്റെ കാർ ടയറൊക്കെ വലിയ കുഴപ്പമില്ല. പക്ഷേ എന്തോ വണ്ടിക്ക് പവറില്ലാത്തതുകൊണ്ടായിരിക്കാം പിടിക്കാത്തത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. മല്ലു പോസ്റ്റ്മാൻ UK. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.